എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വചനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളിൽ ചണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോരാട്ടങ്ങളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായി ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭൂമികളിൽ ചെലവിടേണ്ടതിന് ദുരാഗ്രഹത്തോടെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളായി തീരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളിലോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിന് മഹത്വം. ഈ 4-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസികൾ പരസ്പരം സമാധാനത്തിൽ കഴിയണം എന്നുള്ളതാണ് ഈ 4-ാം അധ്യായത്തിലെ വിഷയം. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് വിശ്വാസികൾ ദൈവിക ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നതാണ്. അങ്ങനെ 17-18 വാക്യങ്ങളിൽ വളരെ മനോഹരമായ നിലയിൽ ദൈവീയ ജ്ഞാനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി വളരെ മനോഹരമായിട്ട് സംസാരിച്ച ശേഷം ഇതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പ്രവേശിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയമാണ് യാക്കോബ് ഇവിടെ പറയുക. ഇവിടെ 1-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ യാക്കോബ് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? അപ്പോൾ കഴിഞ്ഞ വാക്യങ്ങളിൽ ചിന്തിച്ചത് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, ദൈവിക ജ്ഞാനം പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയത്തിലോട്ട് യാക്കോബ് പ്രവേശിക്കുകയാണ്. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തോ കാരണത്താൽ എങ്ങനെയോ വിശ്വാസികളിടയിൽ ശണ്ടയും കലഹവും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശ്വാസ സമൂഹത്തിൽ ഈ ശണ്ടയും കലഹവും അത് വളരെ പഴക്കം ചെന്നാണ്, സദാകാലത്തും ഉള്ളായിരിക്കുന്ന അനുഭവമാണ്. നമുക്കിന്ന് ലോകത്തിൽ നിരവധി സഭകളുണ്ട്. ഇത്രയും സഭകൾ ചരിത്രം പഠിക്കുമ്പോൾ പല സഭകളും ഇങ്ങനെ പലതായിട്ട് വിഭജിക്കപ്പെടാനുള്ള കാരണം രണ്ടുണ്ട്. ഒന്ന് വേദശാസ്ത്രപരമായ വിയോജിപ്പാകാം, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ ചേരാത്തായിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കും ഇത്രയും സഭകൾ ലോകത്തിലുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവവചനവും ഒന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു തിരുവെഴുത്തിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങളും ഉപദേശ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ സഭകളും ഒരുപോലെ പറയുന്നത് എന്താണ്? ഞങ്ങളാ ശരിയെന്ന്. എല്ലാവരും പറയുന്ന ഒരുപോലെ പറയുന്നത് ഞങ്ങളാ ശരിയെന്നാണ് പറയുന്നത്. ആരാണ് ശരി? ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞതാണ് ശരി. അതല്ലേ പറയാൻ പറ്റൂ? അതാ ശരി. അപ്പോൾ യാക്കോബ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ ശണ്ടയും കലഹവും. അവിടെ ആ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം നിങ്ങളിൽ യുദ്ധവും അടിപിടിയും ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ വഴക്കും സംഘർഷവും ഉണ്ട് എന്നാണ്. അപ്പോൾ എന്തോ സംഭവം യാക്കോബിൻ്റെ ദൃഷ്ടിയിൽ കാണുന്നുണ്ട്. യാക്കോബ് എന്തോ ആണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ യാക്കോബ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ കലഹവും ശണ്ടയും ഉണ്ട്.
അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കുടുംബത്തിൽ കലഹമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. അവരുടെ ദാസന്മാർ തമ്മിൽ ഭിന്നതയുണ്ടായി. അത് മുഖാന്തരം അത് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കുടുംബത്തെ ബാധിച്ചു. അവർ തമ്മിൽ വേർപിരിഞ്ഞു. കൊരിന്ത് സഭയിൽ സർവത്ര പ്രശ്നങ്ങളായിരുന്നു. ഗലാത്യ സഭയിൽ പ്രശ്നമുണ്ടായിരുന്നു. എഫസോസ് സഭയിലും പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ ഫിലിപ്പിയ സഭയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൗലോസും ബർന്നബാസും തമ്മിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ അനുഭവമല്ല, വളരെ പഴക്കം ചെന്നാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ വേർപിരിയൽ നല്ലതാണ്. പൗലോസും ബർന്നബാസും തമ്മിൽ വേർപിരിഞ്ഞത് ഗുണമായി തീർന്നു. കാരണം രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ കൂടി പോയി സഭകൾ വർദ്ധിച്ചു, സുവിശേഷീകരണത്തിന് വ്യാപ്തി കാരണമായി തീർന്നു. എന്നാൽ ചില സഭകളിൽ അത് ദോഷത്തിന് കാരണമായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളിടയിൽ വഴക്ക്, ക്വാറൽസ് എന്ന പദത്തിന് ശരിയായ അർത്ഥം യുദ്ധം എന്നാണ്. യുദ്ധം ചെയ്യുന്നു, തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അതെന്ന് പറയുന്നത് വിശ്വാസികളുടെ ഇടയിലുള്ളായിരിക്കുന്ന തർക്കം അത് പരിഹാരമില്ലാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല. രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ്, സംഘർഷം എന്ന് പറയുന്നത് ടെൻഷനാണ്, പിരിമുറുക്കം. അവരുടെ ഇടയിൽ ഇങ്ങനെ പോഞ്ഞു നീറി ഇരിക്കുകയാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാം എന്നുള്ളതായിരിക്കുന്ന ഒരു അനവസ്ഥയിൽ കൂടിയാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്തോ കാരണത്തെ ചൊല്ലി ഇങ്ങനെ നീറി നിൽക്കുകയാണ്, വലിയ സംഘർഷം ഉണ്ടാകാം. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് തീ പിടിച്ചു. അവിടെ സദാസമയവും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാൽ എന്തോ പെട്ടെന്ന് തീ ആളിക്കത്തി നിയന്ത്രിക്കാൻ പറ്റാതായി തീർന്നു. ഇതിൻ്റെ പുക ശ്വസിച്ച് ധാരാളം പേർക്ക് അസ്വസ്ഥരായി തീർന്നു, ബോധക്ഷയമുണ്ടായി, അനേകം ഹോസ്പിറ്റലായി തീർന്നു, വലിയ പ്രയാസമായി തീർന്നു. ഈ തീ കെടുത്തുവാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ചിലവായത് 1.4 കോടിയാണ്. പുകഞ്ഞ് കത്തി തീ ആളിയത്, അതിൻ്റെ പ്രയാസം ഉണ്ടാക്കിയത്, ചിലവായത് 1.4 കോടി രൂപയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ഒരു അർത്ഥത്തിലാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ സംഘർഷമാണ്, അതിങ്ങനെ പിരിമുറുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പൂഞ്ഞു നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ യാക്കോബ് ചോദിക്കുകയാണ്, നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്നും, എവിടെയാണ് അതിൻ്റെ തുടക്കം എന്ന് ചോദിക്കുക. എന്നിട്ട് ഉത്തരം യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകേച്ഛകളിൽ നിന്നല്ലയോ. ചോദിക്കുന്നതും യാക്കോബാണ്, ഉത്തരം പറയുന്നതും യാക്കോബ് തന്നെയാണ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പുകേച്ഛകളിൽ നിന്നല്ലയോ ഈ ശണ്ടയും വഴക്കിനും കാരണം. അപ്പോൾ അതിൻ്റെ ഉറവിടം എവിടെ എന്നാണ് യാക്കോബ് ചോദിക്കുക. എവിടെയാണ് അതിൻ്റെ ഉറവിടം? തമ്മിലുള്ള ഈ വഴക്കിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് തങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന വഴക്കാണ്. മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ബാഹ്യമായിട്ടുള്ള ഈ സംഘർഷങ്ങൾക്ക് കാരണം. അതിങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനത് ചെയ്തിരിക്കും, ഞാൻ 2 വർത്താനം പറയും, ഞാൻ കാണിച്ചു കൊടുക്കും, ഞാനത് സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ചൂടേറിക്കൊണ്ടായിരിക്കുക. ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല എന്നായിരിക്കുന്ന ഒരു ചിന്തയിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. അത് ഒരിക്കൽ പുറത്തു വരണം. ഹവ്വായുടെ അടുത്ത് സാത്താൻ വന്നിട്ട് പറയുകയാണ്, ഈ ദൈവം പറയുന്ന പോലെ കല്ല കാരണങ്ങൾ, നിനക്ക് പഴിക്കാം, ഒന്നും സംഭവിക്കുകയില്ല, നീ ദൈവത്തെ പോലെ ആയിത്തീരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ ഹവ്വയ്ക്ക് ഈ പഴം കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ സംഘർഷം ആരംഭിച്ചു, കോൺഫ്ലിക്റ്റ് ആരംഭിച്ചു, ഉള്ളിൽ ആ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ അവൾ തീരുമാനിച്ചു, എനിക്ക് അത് തിന്നണം, തിന്നേ ഞാൻ മാറത്തുള്ളൂ, എനിക്ക് തിന്നണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം അവളിൽ ഉണ്ടായി. തിന്നു,
ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അത് നേടിയെടുത്തു, വലിയ ഒരു പരാജയത്തിലോട്ട് അവൾ പോയിടയായിരുന്നു. അബ്രഹാം ഒരു സുപ്രഭാതത്തിൽ ഫറവോന്റെ കയ്യിൽ പെടുകയാണ്. അബ്രഹാമിൻ്റെ ഭാര്യ സുന്ദരിയാണ് എന്ന് വായിക്കുന്നുണ്ട്. ആ സമയത്ത് അബ്രഹാമിനുണ്ടായിരിക്കുന്ന ഭയം എന്ന് പറയുന്നത് സത്യം പറയണമോ കള്ളം പറയണമോ. എൻ്റെ ഭാര്യ സുന്ദരി ആയിരിക്കുന്നതുകൊണ്ട് ഫറവോൻ അവളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് അബ്രഹാമിനറിയാം. അബ്രഹാമിന് ആ ഒരു ചിന്ത ഭരിച്ചു. ഉടനെ അബ്രഹാം എന്ത് പറയുന്നു, ഫറവോനോട് പറയുന്നായിരിക്കാം, ഇവൾ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. സഹോദരിയാണെങ്കിലും വിവാഹം കഴിച്ചപ്പോൾ പിന്നെ സഹോദരിയല്ല, ഭാര്യയാണ്. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു, ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റാണ്. സത്യം പറയണോ അതോ കള്ളം പറയണോ? സത്യം പറയുകയാണെങ്കിൽ ഭാര്യ ആണ് എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും, അവളെ കൊണ്ടുപോകും. സഹോദരി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കും, ഭാര്യയെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വർദ്ധിച്ച് അവസാനം കള്ളം പറഞ്ഞു. അവളെൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു, സഹോദരി എന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫറവോന് മനസ്സിലായി ഇത് സഹോദരിയല്ല, ഭാര്യയാണ്. അപ്പോൾ അബ്രഹാം വലിയ ബുദ്ധിയാണ് ഉപയോഗിച്ചത്. അഥവാ സാറായെ പിടിച്ചോണ്ട് ഞാൻ ഭാര്യ എന്ന് പറഞ്ഞ് സാറായെ കൊണ്ടുപോകാമെങ്കിൽ എന്നെ കൊന്നിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. സഹോദരി എന്ന് പറയുവാണെങ്കിൽ അവളെ കൊണ്ടുപോകും, എനിക്ക് പിന്നെ വേറെ കല്യാണം കഴിക്കാം. ആ ഒരു ചിന്തയാണ് അബ്രഹാമിനെ ഭരിച്ചത്. അപ്പോൾ അബ്രഹാം ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റാ അവസാനം കള്ളം പറയാനായിട്ട് അവനെ നിർബന്ധനായത്. ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എരിഹോ പട്ടണം വീണ് കഴിയുമ്പോൾ അതിലുള്ളായിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ എടുക്കാൻ പാടില്ല, അത് യഹോവയ്ക്ക് ശബദാർപ്പിതമായിരിക്കണം എന്ന് പറയുകയാണ്. കുറച്ചൊക്കെ മാറ്റിവെച്ചു. പക്ഷേ ചില സ്വർണവും വെള്ളിയും വിശേഷ വസ്ത്രങ്ങളും കണ്ടപ്പോൾ ആഖ്യാനം എടുക്കണമെന്നായിരിക്കുന്ന ഒരു മോഹമുണ്ടായി. എടുക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ ഇത് കണ്ടപ്പോൾ വിലയേറിയതാണ് എന്ന് ബോധ്യമായപ്പോൾ എടുക്കണമെന്നായിരിക്കേണ്ട മോഹം. ഉള്ളിൽ കോൺഫ്ലിക്റ്റ്, എടുക്കണോ വേണ്ടായോ, ഇങ്ങനെ കോൺഫ്ലിക്റ്റ്. അവസാനം തീരുമാനിച്ചു എടുക്കാം. എടുത്തതിൻ്റെ പരിണതഫലം എന്തായിത്തീർന്നു, വലിയ ദുഃഖത്തിന് കാരണമായിത്തീർന്നു. ദാവീദും അതുതന്നെയാണ് ചെയ്തത്. ബത്ശേബയെ കണ്ടു, ഇഷ്ടപ്പെടുന്നു, അവളെ ഭാര്യയെ എടുക്കുകയാണ്. ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് കിടക്കുക. തെറ്റാണെന്നറിയാം, പാപമാണെന്നറിയാം, പാടില്ല എന്നറിയാം. എങ്കിലും ആ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ സമ്മതം ഇങ്ങനെ വർദ്ധിച്ച് അത് പാപത്തിന് കാരണമായിത്തീർന്നു. എന്നതുപോലെ ഈ ശണ്ടയും വഴക്കുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്നല്ലയോ പുറപ്പെട്ടു വരുന്നു. ആദ്യം ഉണ്ടായ ഈ ശണ്ടയും വഴക്കും എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ, പുറത്തല്ല, സഭയിലല്ല. ആദ്യം ഉണ്ടായ വഴക്കെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായ വഴക്കാണ്. അതാണത് പുറത്തു വന്നത്. അപ്പോൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു വസ്തുതയുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അപ്പോൾ പല പ്രശ്നത്തിൻ്റെയും ദൈവസഭയുടെ ദൈവമക്കളുടെയുള്ളായിരിക്കുന്ന അല്ലെങ്കിൽ എവിടെ ആയിക്കൊള്ളട്ടെ ഉണ്ടാകുന്ന സകല പ്രശ്നത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ചിലരുടെ ഉള്ളിലുണ്ടാകുന്ന യുദ്ധമാണ്. നമ്മുടെ ആദ്യ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അത് പിന്നീട് ബാഹ്യമായിട്ടുള്ള കലഹത്തിന് കാരണമായിത്തീരും. അകമേ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലല്ലയോ, നിങ്ങളുടെ പോകേറ്റുകൾ തല്ലയോ എന്ന് യാക്കോബ് പറയാണ്. അപ്പോൾ യാക്കോബ് പറയുന്ന ഉത്തരം, നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ ഇതുണ്ടാകുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന് സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്ങനെയെങ്കിലും ശരീരത്തെ സംതൃപ്തിപ്പെടുത്തണമെന്നായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ശരീരം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിനക്കത് വേണം. സംതൃപ്തനാകുന്നില്ല എന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടു പോവുകയാണ്. സംതൃപ്തി കിട്ടുന്നിടം വരെയും ഈ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥന വായിക്കുന്നുണ്ട്. 2 തീമോഥെയോസ് 3:1 മുതൽ 5 വരെ ഭാഗത്ത് പഠിക്കുമ്പോൾ, അകമേ നടക്കുന്ന യുദ്ധം പുറമേ പ്രകടമാകും. അകമേ നടക്കുന്ന യുദ്ധം
പുറമേ എന്ത് ചെയ്യുന്നു? പ്രകടമായി വരും. അപ്പോൾ ആദ്യം എവിടെയാണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് യുദ്ധം ആരംഭിച്ചത്. അത് പ്രകടമായി വന്നു. അപ്പോൾ തെറ്റായ നിലയിലുള്ളായിരിക്കുന്ന സംതൃപ്തിക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ച് അത് ഇൻറ്റേർണലാണ്, അതൊരിക്കലും എക്സ്റ്റേണലായി വരുന്നു, പുറത്തു വരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും പങ്കുചേരുന്നു. നമ്മുടെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സകല യുദ്ധങ്ങളും അവയവങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധത്തിൽ പങ്കുചേരുന്നു. അവരെല്ലാം ചേർന്ന് ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലല്ലയോ ഇത് ആദ്യം ആരംഭിച്ചത്? ചോദ്യം എന്താണ്? ചണ്ടയും വഴക്കും എവിടെ നിന്ന് ചോദിച്ചിട്ട് നിങ്ങളിൽ തന്നെയല്ലയോ അത് ഉണ്ടായതെന്ന്, നിങ്ങളുടെ ഹൃദയത്തിലല്ലയോ ഉണ്ടായത് എന്ന് യാക്കോബ് ഉത്തരം പറയാം. 2-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. ഇവിടുത്തെ വിഷയം മോഹം എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം അനുചിതമായിട്ടുള്ള, ക്രമാതീതമായിട്ടുള്ള, അമിതമായിട്ടുള്ള, സ്വാർത്ഥമായിട്ടുള്ള അഥവാ വഴിതെറ്റിപ്പോകുന്ന ചില അനുഭവങ്ങളെയാണ് മോഹങ്ങൾ എന്ന് യാക്കോബ് അർത്ഥമാക്കുന്നത്. യാക്കോബ് എന്തിനെ പറ്റിയുള്ള മോഹമാണ് എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അവിടെ സൈലൻ്റായിട്ട് കിടക്കുക, വ്യക്തമല്ല. എന്തിനെ പറ്റിയുള്ളതാണെന്ന് പറയുന്നില്ല. എന്തോ പാപമായി തീരുവാൻ സാധ്യതയുള്ള ഒരു മോഹം എന്താണ് യാക്കോബ് പറയുന്നില്ല. പാപത്തിന് കാരണമായി തീരുന്ന ഒരു മോഹം നിങ്ങളിൽ ആരംഭിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ ഈ പാപം നിറഞ്ഞ മോഹം നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ കലിപ്പാകുന്നു, കോപം കൊണ്ട് നിറയുന്നു. ഇങ്ങനെ ആ യുദ്ധം നടക്കുകയാണ്. ആ മോഹം സാധിപ്പിച്ച് കിട്ടണം. കിട്ടാതെ വരുമ്പോൾ അവൻ കോപാകുലനായി തീരുന്നു. ആ കോപം പാപത്തിന് കാരണമായി തീരുന്ന പ്രവൃത്തികളോട് ചെന്ന് കലാശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കോപാകുലനായി തീർന്നു കഴിയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥയിൽ അവൻ ഇൻബാലൻസ്ഡ് ആയിത്തീരുന്നു. അത് ഫലമായിട്ട് അവൻ ആഞ്ഞടിക്കുവാനായിട്ട് നിർബന്ധനായിത്തീരുന്നു. അത് പ്രകടമാക്കിയേ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾ തിളഞ്ഞു പറയുക, അത് പ്രകടിപ്പിച്ചേ മതിയാകുകയുള്ളൂ. ഇന്നത്തെ പല പ്രേമാഭ്യർത്ഥനകളും കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുവാനുള്ള കാരണം അവൻ്റെ ഉള്ളിലെ ആ താല്പര്യം സാധിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ്. അനേക പെൺകുട്ടികൾ നമുക്കറിയാം, നമ്മുടെ കൺമുമ്പിൽ അനേക പെൺകുട്ടികൾ പ്രേമാഭ്യർത്ഥന നടത്തിയിട്ട് അവർ സമ്മതിക്കാത്തതിന് ഫലമായിട്ട് അനേക പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്. ഒന്നുകിൽ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ വാഹനം പിടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നു, എങ്ങനെയെങ്കിലും അവരെ കൊല്ലും. അതായത് ഒരു പയ്യൻ, ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയോട് പ്രപ്പോസൽ വെക്കുകയാണ്, അല്ലെങ്കിൽ പ്രേമാഭ്യർത്ഥന നടത്തുമ്പോൾ ആ കുട്ടി എന്നോട് സമ്മതിക്കുന്നില്ല. അപ്പോൾ സമ്മതിക്കാതെ വരുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? കോപം ഉണ്ടാകും. എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത്? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? എനിക്ക് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? എനിക്ക് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടാണോ? എനിക്ക് കുടുംബം ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാ സൗകര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടി എന്നെ ഇഷ്ടപ്പെടാത്തത്? അതിൻ്റെ പേരിൽ കോപം ഇങ്ങനെ ജ്വലിക്കും. ആ കോപം എന്ത് ചെയ്യും? അവസാനം കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കും. അപ്പോൾ ഇത് അവന് ഇത് പിടിച്ചു നിർത്തുവാൻ കഴിയുന്നില്ല. ആ കോപം ഇങ്ങനെ പ്രകടിപ്പിച്ചേ മതിയാകുള്ളൂ. അപ്പം ഇവിടെ മോഹിച്ചിട്ട് ലഭിക്കാത്തതിൻ്റെ അഥവാ സംതൃപ്തി കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അവസാനം പലതും കൊലപാതകത്തിലോട് ചെന്ന് അവശേഷിക്കുക. മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കൊലപാതകം എവിടെ ആരംഭിച്ചത്? ബൈബിളിലാണ്. കായീൻ ആബേലിനെ കൊന്നു. ചെറിയ വിഷയമാണ്, പക്ഷെ ഇത് എവിടെ ചെന്ന് കലാശിക്കുന്നു? കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ, ഇവിടെ പറയുന്ന യാക്കോബ് പറയുന്ന വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ കൊന്നതുകൊണ്ട് അവൻ്റെ ആഗ്രഹം സാധിച്ചോ?
അത് യാക്കോബ് പറയും, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. കയീൻ ഹാബേലിനെ കൊന്നതുകൊണ്ട് കയീൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയോ? ഇല്ല. എന്തുവായിരുന്നു കയീൻ്റെ ഉള്ളിലെ ആഗ്രഹം? ദൈവം എൻ്റെ സഹോദരൻ്റെ യാഗത്തിൽ പ്രസാദിച്ചതുപോലെ എൻ്റെ യാഗത്തിൽ പ്രസാദിക്കണമായിരുന്നു. അതിൻ്റെ പേരിൽ കൊന്നു. പക്ഷേ ആബേലിനെ കൊന്നതുകൊണ്ട് കയീൻ്റെ പ്രശ്നം പരിഹരിച്ചോ? ഇല്ല, പരിഹരിച്ചില്ല. അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായെത്തും. അത് തന്നെ യാക്കോബ് പറയാണ്, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊന്നിട്ടും അസൂയപ്പെട്ടിട്ടും ഒന്നും സാധിക്കുന്നില്ല. പക്ഷേ കായീൻ്റെ ആഗ്രഹം നിറവേറിയില്ല. അത് ഒരു ജീവൻ അത് അസ്തമിക്കുവാനായിട്ട് മാത്രമേ ഇടയാകത്തു. അവൻ ആഗ്രഹിച്ചത് നടന്നില്ല, കൊന്നിട്ടും നടന്നിട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും യാക്കോബ് പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി പ്ലാനുകളുണ്ട്. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യണം? വേറെ വഴി കൂടി കൊണ്ടുപോകാതെ ആദ്യം ഇവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യണം. ദൈവം മുമ്പാകെ അത് പ്രസൻറ്റ് ചെയ്യാം. അതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങാവും. ആദ്യം അത് പ്രസൻറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ദൈവം സാധിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. കാരണം ദൈവികമാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ട വളരെ ആവശ്യമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് ഏത് പദ്ധതികളായാലും, ഏത് ആഗ്രഹങ്ങളായാലും, ഏത് താല്പര്യങ്ങളായാലും ദൈവ ഇഷ്ടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ദൈവികമാണെങ്കിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് പകരം സൺഡേയും വഴക്കും ഉണ്ടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് യാക്കോബ് പറയും? നിങ്ങളുടെ ഇടയിൽ സൺഡേയും വഴക്കും ഉണ്ടാകാതെ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരുവീൻ. ആ കൊണ്ടുവരാത്തതിൻ്റെ പേരിലാണ് എന്തുണ്ടാകുന്നത്? സൺഡേയും വഴക്കുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കണം. എന്താണ് ചെയ്യുന്നത്? പരിഹാരമാർഗം ദൈവത്തിൻ്റെ മുമ്പാകെ ഏത് വിഷയമായാലും ആദ്യം അവിടെ തുടങ്ങുക. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കണമെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. നമുക്കില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്കതില്ല, ഇതില്ല, അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ്. നാം തുടർമാനമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉദ്ദേശശുദ്ധി ശരിയല്ലായിരിക്കാം. അത് നമുക്ക് ആവശ്യമില്ലാതെ ദൈവം കാണുന്നുണ്ട്, അതുകൊണ്ട് ദൈവം തരാത്തതായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു സമയത്തിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മളിൽ ഇങ്ങനെ കോപം വർദ്ധിക്കുക, അത് അസഹിഷ്ണുരായി തീരാറുണ്ട്. ലൗകികമായ ചിന്തയുള്ളവർ ഒരിക്കലും ദൈവസന്നിധിയിൽ അവിടെ വിഷയം കൊണ്ടുവരത്തില്ല. ദൈവമക്കൾ മാത്രമേ അവിടെ വിഷയങ്ങൾ ദൈവമുമ്പാകെ കൊണ്ടുവരികയുള്ളൂ. ഒരു കാര്യം നാം മനസ്സിലാക്കിക്കണം, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ പരിശ്രമം കൊണ്ടോ ഒന്നും കാര്യം നടക്കുകയില്ല. ദൈവത്തോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ ഓരോ കാര്യങ്ങൾക്ക് നാം ഇറങ്ങിത്തിരിക്കാവൂ. പ്രാർത്ഥന തെറ്റിപ്പോയാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുഴുവൻ തെറ്റിപ്പോകും. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരിക്കലും നമ്മൾ തെറ്റാൻ പാടില്ല. അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യേണ്ടായിരിക്കുന്ന രീതിയിൽ ആദ്യം ദൈവത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ശേഷം ദൈവം നമുക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കാനുള്ള ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. അത് പല നിലകളിലായിരിക്കും നമ്മോട് ദൈവം സംസാരിക്കുന്നു. എപ്പോഴും പ്രസംഗപീഠത്തിൽ ഇരുന്നുകൊണ്ട് നിന്ദിക്കുന്ന ആൾക്കാർ വഴി ആയിരിക്കത്തില്ല. പല രീതികളിൽ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. പല സന്ദർഭത്തിൽ നമ്മോട് ഇടപെട്ടിരിക്കും. സാഹചര്യങ്ങൾ കൂടി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും. അത് കാണുമ്പോൾ അത് പോസിറ്റീവാണ് എന്നുള്ളതായിരിക്കുന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകും. ഒരാൾ അവൻ്റെ അഭിലാഷങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ, സ്വന്തം അഭിലാഷങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് സ്വാർത്ഥതയുള്ള പ്രാർത്ഥനയാണ്. അവിടെ ദൈവത്തിൻ്റെ ആഗ്രഹവും നാം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥത കൊണ്ട് ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. എന്നാൽ യഥാർത്ഥമായ പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്
ഇത്രയേ ഉള്ളൂ, കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കണം, എൻ്റെ ഇഷ്ടപ്രകാരമല്ല അങ്ങയുടെ ഇഷ്ടപ്രകാരം നടക്കണം. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷെ അതിൻ്റെ കൺക്ലൂഷനോട് വരുമ്പോൾ, അതിൻ്റെ പരിസമാപ്തിയിലോട്ട് വരുമ്പോൾ, കർത്താവേ അങ്ങയുടെ ഹിതപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ കൂടി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും, എൻ്റെ വിഷയത്തെ ദൈവത്തെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ അങ്ങോട്ടെല്ലാം പറഞ്ഞു പോവുകയാണ്, കർത്താവേ അങ്ങയുടെ ഹിതം നടക്കട്ടെ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ കൂടി എൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിനകത്തൊരു നീതി ഉണ്ടാവുകയുള്ളൂ. ആ പ്രാർത്ഥനയാണ് ദൈവം എപ്പോഴും മാനിക്കുന്നത്. ഞാൻ ഒരു സംഭവം ഒക്കെ കേട്ടിട്ടുണ്ട്. രണ്ട് വ്യക്തികൾ മുന്തിരി നട്ടു. ഒരാൾ മുന്തിരി നട്ടിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് മഴയും മഞ്ഞും വെയിലും തണുപ്പും എല്ലാം എൻ്റെ മുന്തിരിക്ക് കൊടുക്കണമേ എന്ന് വളരെ സ്പെസിഫിക്കായിട്ട് പ്രാർത്ഥിച്ചു. ഇതിനാവശ്യമാണ്, മഴ ആവശ്യമാണ്, വെയിൽ ആവശ്യമാണ്, മഞ്ഞും ഒക്കെ ആവശ്യമാണ്, അത് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മറ്റേവൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മുന്തിരിക്ക് വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും സമയാസമയങ്ങളിൽ തരണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാർത്ഥിച്ചവൻ്റെ മുന്തിരി ഉണങ്ങിപ്പോയി, രണ്ടാമത്തവൻ്റെ മുന്തിരി തഴച്ചു വളർന്നു. അപ്പോൾ ആദ്യത്തവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നീ എനിക്ക് മഴയും വെയിലും ചൂടും എല്ലാം തന്നേ പറ്റൂ. രണ്ടാമത്തെ പ്രാർത്ഥന അനുയോജ്യമായ നിലയിൽ ഇതിനെന്തൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത് അത് സമയാസമയങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചാൽ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ആരാ? ദൈവമാണ്. എൻ്റെ മുന്തിരിക്ക് ഏതൊക്കെ സമയത്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് വെച്ചിരിക്കുന്ന കാലാവസ്ഥയുടെ രീതി അനുസരിച്ച് എന്തൊക്കെയാണ് സമയാസമയങ്ങളിൽ വേണ്ടത് അത് കണ്ട് അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വിലയുള്ളതായി തീർന്നു. നാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബ് പറയുന്നതാണ്, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരും. ഇവിടെ പറയുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്ന് യാക്കോബ് ഒരു പദം ഉപയോഗിക്കുക. കിങ് ജെയിംസ് വേർഷൻ പഠിച്ചു കഴിയുമ്പോൾ അവിടെ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, വ്യഭിചാരികളും വ്യഭിചാരിണികളും ആയുള്ളവരെ എന്നാണ്. മലയാളത്തിൽ ഒന്നേ പറയുന്നുള്ളൂ. ഉണ്ടോ? എങ്ങനെ വായിക്കുന്നത്? വ്യഭിചാരികളും വ്യഭിചാരിണികളും ആയുള്ളവരെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു, രണ്ട് കൂട്ടരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം എന്താണ് വ്യഭിചാരം എന്നുള്ളതിനെപ്പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ വിവാഹ ഉടമ്പടി ലംഘിച്ച് മറ്റ് പുരുഷന്മാരുമായിട്ടോ സ്ത്രീകളുമായിട്ടോ അവരെ ഇഷ്ടത്തിലായി കടന്നു പോകുന്നതിനെയൊക്കെയാണ് വ്യഭിചാരം എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ യഹോവയായ ദൈവത്തെ പഴയ നിയമം പ്രസന്റ് ചെയ്യുന്നത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിലും ഇസ്രായേൽ ജനത്തെ ഭാര്യ എന്നുള്ള നിലയിലും ആലങ്കാരികമായിട്ടാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും അകന്ന് അന്യദൈവങ്ങളോട്ട് പലപ്പോഴും വ്യതിചലിച്ചു പോയി, വിഗ്രഹങ്ങളെ ആരാധിച്ചു, അന്യദൈവങ്ങളോട് കടന്നുപോയപ്പോൾ അവർ വ്യഭിചാരം ചെയ്തു എന്നാണ് അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ യഥാർത്ഥ ദൈവത്തെ വിട്ടിട്ട് സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് മറ്റു പുരുഷന്മാരിലോട്ട് പോയി എന്ന അർത്ഥം വരുന്ന നിലയിൽ നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് അന്യദൈവങ്ങളായിട്ട് പോയപ്പോൾ അതിന് യോജിക്കുന്ന പദമാണ് നിങ്ങൾ വ്യഭിചാരം ചെയ്തു. ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന ഒരിക്കലും ശാരീരികമായിട്ടുള്ള ഒരു വ്യഭിചാരത്തെ പറ്റിയല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള വ്യഭിചാരത്തെ പറ്റിയാണ്. അതായത് ദൈവത്തോട് അവർ അവിശ്വസ്ത കാട്ടി എന്നാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും സഭയുമായി ബന്ധമുണ്ട് എന്ന് പറയുകയും എന്നാൽ അപ്പോൾ തന്നെ ദൈവമായിട്ട് ബന്ധമോ സ്നേഹമോ ഇല്ലാത്ത അനുഭവത്തെയാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ വ്യഭിചാരം ചെയ്തിരിക്കുന്നു, നിങ്ങൾ വ്യഭിചാരികളെ എന്ന് അഡ്രസ്സ് ചെയ്യുന്നു.
അപ്പോൾ ദൈവവനത്തോട് കൂറ് പുലർത്താതെ, ദൈവത്തോട് സ്നേഹമില്ലാതെ, ഭയമില്ലാതെ, അവനെ ആരാധിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ, അന്യദൈവങ്ങളെ തിരിയുമ്പോൾ, ദൈവസ്നേഹം കുറഞ്ഞു കഴിയുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഈ പദം. ഇങ്ങനെയുള്ളവർ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അവരെ യാക്കോബ് വിളിക്കുന്ന പേരാണ് നിങ്ങൾ ആരാണ്? വ്യഭിചാരികൾ. ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞു. ആത്മീയമായി ചിന്തിച്ചഴിയുമ്പോൾ, ആത്മീയഭാഷ ചിന്തിച്ചഴിയുമ്പോൾ ഒരാൾക്ക് രണ്ട് ദൈവങ്ങളും നിയമാനുസൃതമായി ചിന്തിച്ചഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് ജീവിത പങ്കാളികൾ ഉണ്ടാകാൻ പാടില്ല. അത് തെറ്റായ ഒരു വിഷയമാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വ്യഭിചാരിണികളും വ്യഭിചാരികളുമായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ എന്നെ വിട്ടിട്ട് ലോകത്തെ സ്നേഹിക്കാൻ നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ചെയ്തതിന് തുല്യമാണ്. മറന്നു കളഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതാണ്. നാലാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ വായിക്കുന്ന ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സൊസൈറ്റി എപ്പാർട്ട് ഫ്രം ഗോഡ്, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജനസമൂഹം എന്നാണ്. അവർ ക്രിസ്തു വിരോധികളാണ്, അവർ ദൈവവിരോധികളുമാണ്. ഉദാഹരണത്തിൽ പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് അറിയപ്പെടുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ. അപ്പോൾ തന്നെ ലോത്തിനെ നാം അറിയപ്പെടുന്നത് ലോകത്തെ സ്നേഹിച്ചവൻ. അപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് പുറപ്പെട്ടു. ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു, ഒരാൾ ലോകത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. ലോകസ്നേഹം എന്താണ്? ദൈവത്തോട് ശത്രുത്വം എന്ന് പറയാം. അപ്പോൾ ലോകം ദൈവത്തിൻ്റെ ശത്രുവാണ്. ലോകത്തോട് സ്നേഹം പുലർത്തുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ ലോകവും അതിലുള്ള വിഷയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ്റെ പ്രധാന വിഷയം, മുഖ്യ വിഷയമെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ മകനായിരിക്കുവാനായിട്ട് പറ്റുകയില്ല, സ്നേഹിതനായിരിക്കാൻ പറ്റുകയില്ല. അവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീരുകയാണ്. ഇവിടെ ലോകത്തിലെ സിസ്റ്റത്തിൻ്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം മഹത്വം, സ്വന്തം സംതൃപ്തി, സ്വന്തം താല്പര്യം, സ്വന്തം കാര്യം, സ്വന്തം ലക്ഷ്യം. ഇതാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതി. എല്ലാം ഞാൻ എനിക്കുള്ളായിരിക്കുന്ന സ്വാർത്ഥ മനോഭാവം. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കുന്ന യാത്ര ആ ദൈവത്തോടുള്ളായിരിക്കുന്ന ശത്രുത്വമാണ്. അപ്പോൾ ദൈവമക്കൾ ഒരു കാരണവശാലും ദൈവത്തെ മറന്നുകൊണ്ടുള്ളായിരിക്കുന്ന, അത് ദൈവത്തെ കോപിച്ചുകൊണ്ടുള്ളായിരിക്കുന്ന യാത്ര പാടില്ല. അത് അപകടമാണ്, അത് ശത്രുത്വമാണ് എന്നിവിടെ യാക്കോബ് പറയാണ്. ഒരു വിശ്വാസി ലോകമയത്വങ്ങളുമായി കൈപിടിച്ച് നടന്നു പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കുകയില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ദൈവത്തെയും വേണം, ലോകത്തെയും വേണം, രണ്ടും വേണം. അങ്ങനെ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. 5ഉം 6ഉം വാക്യത്തിൽ കടന്നു വരുമ്പോൾ 5ാം വാക്യത്തിലെ വിഷയം, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നത് തോന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? അതെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? ഈ ലേഖനത്തിലെ ഏറ്റവും വിഷമം പിടിച്ച വാക്യമാണ് ഈ 5ാം വാക്യം. ഇത് വ്യാഖ്യാനിക്കുവാനായിട്ട് മനസ്സിലാക്കുവാൻ വലിയ വിഷമമാണ്. എല്ലാ ദൈവ പണ്ഡിതന്മാർക്കും ഇതിൻ്റെ ആശയം എന്തുവാണ് എന്ന് യാക്കോബ് ഉദ്ദേശിച്ചെന്നറിഞ്ഞുകൂടും. വലിയ വിഷമമുള്ള വിഷയമാണ് ഇത്. പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുക വലിയ വിഷമമാണ്. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടന്നൊരു ചിന്ത, ഈ വാക്യം മറ്റ് എവിടെയോ ഉള്ള വേദഭാഗത്ത് നിന്ന് യാക്കോബ് ഉദ്ധരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. നാം പറയുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? ഇത് അവൻ തമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നു. ഇത് എവിടുന്നോ യാക്കോബ് കടമെടുത്തതായിട്ടാണ് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം തിരുവെഴുത്ത് ഒരിടത്ത് പോലും ഇല്ല. ഇങ്ങനൊരു ഭാഗം ഒരിടത്ത് പോലും കാണുന്നില്ല.
ഒരു പുസ്തകത്തിൽ ഉദ്ധരിച്ചായിട്ട് നമുക്ക് രേഖയില്ല. ചിലർ പറയുന്നുണ്ട് പഴയ നിയമത്തിലെ പല പല വേദഭാഗത്തു നിന്നും യാക്കോബ് അതെല്ലാം എടുത്തിട്ട് ക്രോഡീകരിച്ചിട്ട് യാക്കോബ് ഒരു സംക്ഷിപ്ത രൂപത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പല പല ഭാഗങ്ങളുണ്ട്. എന്നാൽ യാക്കോബ് ഇത്തരം ഒരു പ്രസ്താവന ഇവിടെ നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് യാക്കോബിൻ്റെ മനസ്സിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, എന്താണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെങ്കിൽ യാക്കോബ് പൊതുവിലുള്ള ഉപദേശത്തെ പറ്റിയുള്ളായിരിക്കുന്ന ഒരു പഠനമായിരിക്കാം, ഒരു വീക്ഷണമായിരിക്കും നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുന്ന നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് എന്ന് പറയുന്നത് ഏതാത്മാവാണ്? അതാണ് വിഷയം. പിടിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അവിടുന്ന് നമ്മിൽ വസിക്കേണ്ടതിന് നമുക്ക് നൽകിയ ആത്മാവ് അതിതീക്ഷ്ണമായി വാഞ്ചിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് വ്യക്തമായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ അവിടെയും ആശയം അങ്ങോട്ട് എന്താണ് യാക്കോബ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞു. ഇവിടെ പറയുന്നത് അവൻ തമ്മിൽ അധിവസിപ്പിച്ചിരിക്കുന്ന ആത്മാവിന്റെ വാഞ്ച തീക്ഷ്ണമാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു പ്രസ്താവന കൊണ്ട് എന്താണ് യാക്കോബ് ഉദ്ദേശിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ പറയുന്ന ഈ ആത്മാവ്, നമ്മളിൽ വസിക്കുമാറാക്കിയ ആത്മാവ് ഏതാത്മാവാണ്? ഒന്നാമത് ഏതാത്മാവിനെ പറ്റിയാണ് യാക്കോബ് ഇവിടെ പറയുന്നത് എന്നാണ് അവിടുത്തെ ചിന്താവിഷയം, അവിടുത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം. 3 അഭിപ്രായങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഏത് ആത്മാവിനെ പറ്റിയാണ് യാക്കോബ് പറയുന്നത്? ഒന്ന്, ആദ്യ മനുഷ്യനിൽ ഊതിയ ആത്മാവാണോ? ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ആദ്യം ഊതിയ ആത്മാവിനെ പറ്റിയാണോ യാക്കോബ് പറയുന്നത്? അതോ മനുഷ്യനിൽ വാസം ചെയ്യുന്ന ആത്മാവാണോ? നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് 3 ഘടകങ്ങളുണ്ടല്ലോ. ആ പറയുന്ന ആത്മാവാണോ ഉദ്ദേശിക്കുന്നത്? അതോ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണോ? ഇതേതാണ് നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ്? അപ്പോൾ ആദാവിലോട്ട് ഊതിയ ആത്മാവ്, ദൈവ വായുവിനെ ഊതി, അത് അങ്ങനെയാണ് മനുഷ്യൻ ജീവൻ ആരംഭിക്കുന്നത്. ആ ആത്മാവിനെ പറ്റിയാണോ? അതോ നമ്മുടെ മരണശേഷ നിത്യത്തിലോട്ട് പോകേണ്ട നമ്മുടെ ആത്മാവാണോ? അതോ രക്ഷിക്കപ്പെട്ടപ്പോൾ നൽകി തന്ന പരിശുദ്ധാത്മാവാണോ? ഇതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, ഇവിടെ പറയുന്ന ആത്മാവ് ദൈവാത്മാവാണോ അതോ വേറെ ആത്മാവാണോ? അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളിൽ പുതിയ ആത്മാവ് എന്ന് തോന്നുന്നു. അപ്പോൾ 2 വിഷയം ആണ്. നമ്മൾ ഇവിടെ പറയുന്ന ആത്മാവ് ദൈവാത്മാവാണോ അതോ വേറെ ആത്മാവാണോ? വേറെ ആത്മാവാണെങ്കിൽ അത് അസൂയയുടെ ആത്മാവാണോ? ഇനി ദൈവാത്മാവാണെങ്കിൽ, പരിശുദ്ധാത്മാവാണെങ്കിൽ അത് ശണ്ട, കലഹം, മോഹം, കൊല, അസൂയ ഇതിനൊന്നും കൂട്ടി നിൽക്കുന്നതാണോ? അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഈ ശണ്ട, വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആത്മാവ് കൂട്ടി നിൽക്കുകയില്ല. ദൈവാത്മാവിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും ശണ്ടയും കലഹവും മോഹവും കൊലയും അസൂയയും ചെയ്യാൻ കൂട്ടി നിൽക്കത്തില്ല. നമ്മെ പെർഫെക്റ്റ് ആക്കി സമ്പൂർണ്ണരാക്കി തീർക്കുവാനാണ് പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത്. ഇനി നമ്മൾ വസിക്കുന്ന നമ്മുടെ ആത്മാവാണെങ്കിൽ അത് മോഹത്തിനും അസൂയയ്ക്കും കാരണമാക്കുന്നു. ദൈവത്തോടുള്ള സകല അവിശ്വസ്തയ്ക്കും ഈ ആത്മാവ് കാരണമായി തീരും. ഇതാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി എന്തുവാണ് യാക്കോബ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് 4-5 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു ചെറിയ ഒരാശയം നമുക്ക് കിട്ടും. അതിനകത്ത് എന്തോ യാക്കോബ് ഉദ്ദേശിച്ചത് നമുക്കൊരാശയം നമുക്ക് മനസ്സിലാക്കാം.
4-ാം വാക്യത്തിൽ യാക്കോബ് പറഞ്ഞത് ലോകസ്നേഹം ആരോട് ശത്രുത്വമാണ്? ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ ശത്രു. അപ്പോൾ 4-ാം വാക്യത്തിൽ യാക്കോബ് പറഞ്ഞത് ലോകസ്നേഹമാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ അത് ദൈവത്തോട് ശത്രുത്വമാണ്. ഇനി 5-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ജഡത്തോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശത്രുവാണ്. 4-5 വാക്യത്തിൽ 4-ാം വാക്യത്തിൽ ലോകസ്നേഹമാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ജഡത്തോടുള്ള അഭിലാഷവും വാഞ്ചയുമാണ് നിങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വരുത്തുമെങ്കിൽ നിങ്ങൾ ആരുടെ ശത്രുവാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശത്രു. കാരണം പരിശുദ്ധാത്മാവ് നമ്മൾ വാസം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശത്രുവായിത്തീരും. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് 2 നിലകളിലാണ് 4-5 വാക്യം പഠിക്കേണ്ടത്. 4-ാം വാക്യം ദൈവത്തോട് ശത്രുത്വം ഉണ്ടാകുന്നു, 5-ാം വാക്യം പരിശുദ്ധാത്മാവിനോട് ശത്രുത്വം ഉണ്ടാകും. അങ്ങനെ ശത്രുത്വം ഉണ്ടായി കഴിയുമ്പോൾ അത് നിങ്ങളിൽ എന്ത് ചെയ്യുന്നു? ശണ്ടയ്ക്കും വഴക്കിനും ഒക്കെ കാരണമായിത്തീരുന്നു. കാരണം ശത്രുത്വ മനോഭാവം ഉള്ളിൽ വന്നു കഴിയും. ഇവിടെ അസൂയ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അസൂയ 2 നിലകളിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റൈറ്റ് സെൻസിൽ, ശരിയായ ബോധത്തെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചില ഭാര്യഭർത്താക്കന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്, വളരെ സന്തോഷകരമായ ജീവിതമാണ് അവരുടെ ജീവിതം. എന്നാൽ വേറെ ചില കുടുംബങ്ങളിൽ ഭാര്യഭർത്താക്കന്മാരെന്നും പ്രശ്നങ്ങളാണ്, വഴക്കാണ്. വഴക്കുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നതിനെ കാണുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലൊരു അസൂയ ഉണ്ടാകും. ഇവരെപ്പോലെ ഞങ്ങൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു അസൂയ. അത് വിരോധങ്ങളുള്ള അസൂയയല്ല, അവരെപ്പോലെ ഞങ്ങൾക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നുള്ളതായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു അസൂയ. പിണക്കം കൊണ്ടല്ല, അവരുടെ വിരോധമില്ല, ഒന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു അസൂയ. അവരെപ്പോലെ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന അസൂയ. രണ്ടാമത്, അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെയും വഴക്ക് ഇവിടെയും വഴക്കാണെങ്കിൽ പ്രശ്നമില്ല, അവർക്കും പ്രശ്നം ഞങ്ങൾക്കും പ്രശ്നം ആർക്കും പ്രശ്നമില്ല. പക്ഷേ അവിടെ പ്രശ്നമൊന്നുമില്ല, സന്തോഷത്തോടെ കഴിയുന്നു, ഞങ്ങൾക്കെന്നും പ്രശ്നമാണ്. അതിൻ്റെ ആയിരിക്കുന്നൊരു എന്താ പറയുക, ഒരു അസൂയ. രണ്ടാമത്തെ പറയുമ്പോൾ റോങ് സെൻസിൽ ഒരു അസൂയുണ്ട്, തെറ്റായ ബോധത്തിൽ അസൂയുണ്ട്. അതായത് എന്നെക്കാട്ടിൽ കൂടുതൽ മാർക്ക് അവന് കിട്ടി, അവൾക്ക് കിട്ടി, നന്നായി ജോലിയിൽ നല്ല നിപുണനായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് അവനോടൊരു അസൂയ. അത് നെഗറ്റീവ്, ഇഷ്ടപ്പെടുന്നില്ല. എന്നെക്കാട്ടിൽ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടാനായിട്ട് പാടില്ല, എന്നെക്കാട്ടിൽ നല്ലപോലെ ജോലി ചെയ്യുവാനായിട്ട് പാടില്ല, അത് നെഗറ്റീവ്. ഇപ്പോൾ 2 നിലയിലാണ് ഈ അസൂയ പോകുന്നത്. ഒന്ന് നീതിപൂർവമായിട്ടുള്ളതും, 2 അനീതി നിറഞ്ഞുമായിരിക്കുന്ന അസൂയ. ഇവിടെ 5-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, ഞാൻ പറയുന്ന കാര്യം ഒന്ന് വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. 5-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എന്തുവാണ് യാക്കോബിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ പറയാം. ഒന്ന്, ശ്രദ്ധിക്കണം. പിതാവാം ദൈവം നമ്മൾ വാസം ചെയ്യുവാനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ അസൂയയോടെ കാത്തിരിക്കണം. എന്നോട് പറയാം. പിതാവാം ദൈവം നമ്മിൽ വാസം ചെയ്യുവാനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരുവാൻ അസൂയയോടെ കാത്തിരിക്കണം. അത് തൊട്ട അയൽവാക്യത്തെ 2 വ്യക്തികളിൽ ഉണ്ടായ പ്രശ്നം ഒരു കുടുംബത്തിന് അസൂയ എന്നപോലെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? ദൈവം നമ്മൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരുവാനായിട്ട് പിതാവാം ദൈവം എന്ത്
കാണുന്നു? നമ്മെ അസൂയയോടെ കാണും. പിടി കിട്ടിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞ ആശയം? പിടി കിട്ടിയില്ല. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ദൈവം നൽകി തന്നു, പരിശുദ്ധാത്മാവ് നൽകി തന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വാസം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ്? അതേപടി പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ പ്രവൃത്തി നമ്മളിൽ നടന്നു കാണുവാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? അസൂയയോടുകൂടി നമ്മെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തുമ്പടി കിട്ടിയോ? മനസ്സിലായല്ലോ? അതായത് ഒരു വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ അപ്പുറത്തെ വീട്ടുകാരെ സന്തോഷം കണ്ടുകൊണ്ട് അസൂയയോടെ നോക്കുക. അവരെപ്പോലെ ഞങ്ങൾക്ക് പറ്റിയിരുന്നേ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ചിന്ത ഉള്ളതുപോലെ തന്നെ ദൈവം പരിശുദ്ധാത്മാവിന് ചുമ്മാ തന്നൊന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ പൂർണ്ണ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം, വെളിപ്പെട്ട് വരണം. അത് ഉണ്ടാകാൻ വേണ്ടി ദൈവം ഇങ്ങനെ അസൂയയോടെ നമ്മെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ശ്രദ്ധിക്കണം. പിതാവാം ദൈവം നമ്മിൽ വാസം ചെയ്യുവാനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധമായ ശുദ്ധിയും ഭക്തിയും കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കണം. നിങ്ങൾ വായിക്കാം. പിതാവാം ദൈവം നമ്മിൽ വാസം ചെയ്യുവാനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധമായ ശുദ്ധിയും ഭക്തിയും കാണുവാൻ അസൂയയോടെ കാത്തിരിക്കും. അപ്പം ഇവിടെ കാത്തിരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയും വെടിപ്പും നിർമ്മലതയും കാണുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? അസൂയയോടെ കാത്തിരിക്കുന്നു. ഇപ്പം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന്, പിതാവാം ദൈവവും നമ്മെ അസൂയയോടെ, നമ്മൾ ചില ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അസൂയയോടെ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവവും നമ്മുടെ നമ്മളിൽ വിശുദ്ധിയുള്ളായിരിക്കുന്ന വിശുദ്ധ ജീവിതം പ്രകടമായി കാണുവാൻ വേണ്ടി പരിശുദ്ധാത്മാവും അസൂയയോടെ കാത്തിരിക്കുന്നു. ഇതാണ് യാക്കോബ് ഒരുപക്ഷെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയുള്ള വിഷയം. പിതാവാം ദൈവവും അസൂയയോടെ നമ്മെ നോക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവവും നമ്മെ അസൂയയോടെ നോക്കുന്നു. അപ്പോൾ നമ്മെ ഏതവസ്ഥയിലാവും നമ്മെ കൊണ്ടുവന്നെത്തിരിക്കുന്നത്? നമ്മെ ഒരു വലിയ പദവിയിലോട്ട് കൊണ്ടെത്തിരിക്കുക. നമ്മൾ ആരാണ്? നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ആ രാജകീയ പുരോഹിത വർഗമാക്കി നല്ലൊരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നുവെങ്കിൽ, പുരോഹിത വർഗമാക്കി തീർത്തുവെങ്കിൽ, ആ പുരോഹിതൻ്റെ ആയിരിക്കുന്ന സകല ആത്മീയ ഗുണങ്ങളിലും നമ്മളിൽ അത് പിതാവാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അസൂയയോടെ കാണുക എന്നുവെച്ചാൽ അത് ഏറ്റവും വലിയൊരു നല്ല പദം ഉപയോഗിച്ചിരിക്കുന്നു. അസൂയയോട് കാണുക. അത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാകണം. ആ ആഗ്രഹത്തോടെ കാത്തിരിക്കുക. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാൾ നമ്മുടെ സ്ഥാനം തൂരാൻ പാടില്ല എന്നുള്ളത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഏൽപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 20:5 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. അതുതന്നെയാണ് അസൂയ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ തീഷ്ണതയുള്ള ദൈവമാകും. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റാരും നിൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല. കാരണം തീഷ്ണതയുള്ള ദൈവമാണ്. സെക്രട്ടറി 8:2 വായിക്കുന്നു, ഞാൻ മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു. മഹാതീഷ്ണതയോടെ, അസൂയയോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. ഇതൊന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങളോട്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ, എഴുന്നേറ്റ് നടക്കാൻ പ്രായമായ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അതിൻ്റെ അമ്മ വേറെ കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എടുത്തിങ്ങനെ കൈവച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നറിയാമോ? അസ്വസ്ഥനായിത്തീരുന്നു, തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു. കാരണം എന്നെ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. വേറെ കുട്ടികൾക്ക് പ്രശ്നമില്ല, ചില കുട്ടികളുടെ പ്രശ്നമാണ്. അമ്മ വേറെ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ
അതിന് ഇഷ്ടപ്പെടത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അതേ തീഷ്ണതയാണ്, അതേ ഒരു മനോഭാവമാണ് ദൈവത്തിനുള്ളത്. എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വേറൊരു വിഗ്രഹത്തെയോ ഒന്നും പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കില്ല. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ അസൂയ, അത് തീഷ്ണതയാണ്. എൻ്റെ സ്ഥാനത്ത് ഞാൻ മാത്രം, വേറൊരാളുടെ എൻ്റെ അടുത്തോട്ട് നിങ്ങളുടെ സ്നേഹമോ ബഹുമാനമോ ഭക്തിയോ പോകാനായിട്ട് പാടില്ല. അത് വളരെ നിഷ്കർഷമായി പറഞ്ഞിരിക്കുകയാണ്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മൾക്ക് ഒന്ന് തന്നെയാണ്, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ആഗ്രഹവും ഒന്ന് തന്നെയാണ്. ആ ദൈവം എന്ത് ചെയ്യുന്നു? അസൂയയോടെ മുമ്പോട്ട് കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ആ ഒരു അവസ്ഥ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രൻ നൽകി തന്നു. നാമും ദൈവമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു, ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതിനുശേഷം ദൈവത്തെ വിട്ടിട്ട് വേറൊന്നിനോട് പോയി കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. എന്നോടല്ലാതെ വേറൊന്നിനോടും ആരോടും അന്യദൈവങ്ങളോടൊന്നും ഹൃദയത്തിൽ അങ്ങനെ ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്ന 6-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം അധികം കൃപ നൽകുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ ഭാഗം യാക്കോബ് സാദൃശ്യവാക്യം 3-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതുതന്നെ നമുക്ക് 1 പത്രോസ് 5:5 കാണാൻ കഴിയുന്നുണ്ട്. അതായത് താഴ്മ ധരിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? അധികം കൃപ കൊടുക്കുന്നു. ലൗകിക ചിന്തകളും നിഗളവും ലോകസ്നേഹവും ഉള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ അവകാശമാക്കുവാൻ യോഗ്യതയില്ല, അർഹതയില്ല. ദൈവസന്നിധി താണ് ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ട് വിധേയപ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ കൃപ പ്രാപിപ്പാൻ നമുക്ക് അർഹതയുണ്ട്. ദൈവത്തെ മറന്നിട്ട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴിയിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ കൃപ ലഭിക്കാൻ യാതൊരു യോഗ്യതയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ എന്താണ് ഇവിടെ പറയാൻ കഴിയും? ദൈവത്തിൻ്റെ അധികാരത്തിൽ കീഴിൽ താഴ്മയോടിരിക്കണം. ദൈവത്തിന് അധികാരമുണ്ട്, അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നാം താഴ്മയോടിരിക്കണം. ദൈവസ്ഥനെ വിധേയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ വിധേയപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ, താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്തിനെ വിധേയപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ, ചണ്ട, കലഹം, മോഹം, കുല, അസൂയ ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യത. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ദൈവത്തിനെ വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് പറ്റാത്തതുകൊണ്ട് സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യം, സ്വാർത്ഥത അത് നടന്നു കിട്ടണം. അത് നടന്നു കിട്ടാതെ വരുമ്പോൾ കോപം ഉണ്ടാകുന്നു. കോപം എന്ത് ചെയ്യുന്നു? അത് പ്രകടമാക്കുന്നു. അത് പലരുടെ ഇടയിൽ പറയുന്നു. അവരെല്ലാം ആയി ചേർന്നുകൊണ്ട് ശണ്ടയ്ക്കും കലഹത്തിനും കാരണമായിത്തീരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മളിൽ അങ്ങനെ ഇത് ആരംഭിച്ചു, എവിടെയോ എപ്പോഴും ആരംഭിച്ചു. ഇത് പൊട്ടിത്തെറിയണം, അത് പബ്ലിക്കിൽ കൊണ്ടുവരും. ആദ്യം ഇൻറ്റേർണലായിട്ടുണ്ടായി, അത് പൊട്ടിത്തെറിച്ചു, എക്സ്റ്റേണലായി തീർന്നു. യാക്കോബ് പറയുമ്പോൾ നിങ്ങളുടെ സഭയിൽ ചണ്ട, കലഹം, വഴക്ക് ഇത്യാദി കാര്യങ്ങൾക്ക് ഇടയായിത്തീർന്നു. അതുകൊണ്ട് യാക്കോബ് പറയാണ്, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? താഴ്മ ധരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ താഴ്മയുള്ളവരായിട്ട് ഇരിക്കുക. ആ താഴ്മ ധരിച്ചു കഴിയുമ്പോൾ ഇത്തരം സ്വഭാവ രീതികളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ദൈവം എന്ത് തരുന്നു? കൃപ. മനസ്സിലായോ എന്ന് പറഞ്ഞത്? നമ്മളാരും ഒന്നിൽ നിന്നും ഇതെല്ലാം നമ്മുടെ ഉണ്ടാകുന്ന കോപങ്ങളാണ്. നിങ്ങൾക്ക് എനിക്കും എല്ലാം ഈ കോപങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം നടന്നുകൊണ്ടിരിക്കുക, സമ്മർദ്ദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വീർപ്പുമുട്ടിരിക്കുക, എരിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ നാം ഒന്ന് ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം ദൈവീയ പദ്ധതി അനുസരിച്ച് നടക്കാവൂ. ദൈവഹിതമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവൂ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവേ എന്നെ അനുവദിക്കരുത്. എൻ്റെ നാവ് ചലിക്കാൻ പാടില്ല.
അനങ്ങുവാൻ സമ്മതിക്കരുത് എന്ന് താഴ്മ ഉള്ള മനോഭാവത്തോടി നാം വിധേയപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ദൈവം എന്ത് വരുന്നു? കൃപ. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യമായിരിക്കുന്നത്. കൃപ ഇല്ലെങ്കിൽ നാം തകർന്നു പോകും. ഒരു ദൈവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നതാണ്. അപ്പോൾ സകല വിശുദ്ധന്മാർക്കും ഏത് കാറ്റഗറി ജീവിക്കുന്ന വ്യക്തിയായാലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരു ദൈവത്തിലായാലും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ ദൈവകൃപ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവസ്ഥനെ താഴ്മയോടെ ഇരുന്ന് കഴിയുമ്പോൾ ദൈവം നമുക്ക് കൃപ ഇങ്ങനെ നൽകി തരും. ആ കൃപ പലതിനെയും നേരിടുവാനായിട്ട്, പലതിനെയും തരണം ചെയ്യുവാനായിട്ട്, ആ പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും മോചിക്കപ്പെടുവാനായിട്ട് ഈ കൃപ നമ്മെ സഹായിക്കുന്നു. നമ്മെ ബുദ്ധി പറഞ്ഞു തരികയും അവൻ്റെ വഴിയിൽ കൂടി നടക്കുവാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ താഴ്മ ധരിച്ചാൽ, ദൈവസ്ഥന് താഴ്മ ധരിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. കൃപ ലഭിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതിസന്ധികൾ ധൈര്യമായി നേരിടുവാനായിട്ട് നമുക്ക്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഒപ്പം കൂടെ താഴ്ന്നു ചെല്ലുക എന്നതാണ്. ഞാൻ എന്ന വ്യക്തി ദൈവസ്ഥനെ താഴുക എന്നതാണ്. ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത. അപ്പോൾ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇഷ്യൂസിൽ, നമ്മുടെ വിഷയങ്ങളിൽ ആരെ കൂടെ ഉൾപ്പെടുത്തണം? ദൈവത്തെ കൂടെ. അത്രയുള്ള വിഷയം. നമ്മുടെ ഏത് വിഷയത്തിനകത്തും, അത് കുടുംബ പ്രശ്നമായാലും നമ്മുടെ വ്യക്തിപരമായ വിഷയമായാലും ഏത് വിഷയമായാലും ദൈവത്തെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കണം. ഇല്ലെങ്കിൽ അത് പ്രശ്നമായിത്തീരും. കാരണം ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഏത് കാര്യവും ദൈവമക്കൾ ചെയ്യുവാൻ ശ്രമിച്ചാൽ ആ ദൈവം അസൂയുള്ളവനാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ കൂടെ നമുക്ക് പങ്കെടുപ്പിക്കണം. നാം പലപ്പോഴും ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് അങ്ങ് പറയുക. എന്നാൽ അതിനകത്തൊരിടത്ത് പോലും കർത്താവേ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ പദ്ധതി എന്താണ്? എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങ് എന്താണ് എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത്? അതേ നിലയിൽ നയിച്ചുകൊള്ളണമേ എന്നൊന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം നാം ദൈവത്തെ കൂടി നമ്മുടെ വിഷയത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ആ കാര്യങ്ങൾ തക്ക സമയങ്ങളിൽ ഏറ്റവും അനുകൂലമായ നിലയിൽ നടത്തി തരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. സ്വന്തം ബുദ്ധി കൊണ്ട് തീരുമാനം എടുക്കാൻ പോയാൽ ചിലപ്പോൾ പരാജയപ്പെടും. നാം ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായി തരികയാണ്. അപ്പോൾ ആദ്യം താഴ്മ ധരിക്കണം. താഴ്മ ധരിച്ചു കഴിയുമ്പോൾ ദൈവം കൃപ തരുന്നു. കൃപ ലഭിച്ചു കഴിയുമ്പോൾ ജീവിതത്തിലെ മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ വരുന്നു. സ്വഭാവത്തിലും പെരുമാറ്റങ്ങളും നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനും ആ പൊട്ടിത്തെറിയൊക്കെ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് കഴിവ് ലഭിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന സകല പ്രതിസന്ധികളെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനായിട്ടുള്ള കൃപ ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ വിജയാളികളായി തീരും എന്നാണ് യാക്കോബ് പറയുന്നത്. ഇത്ര മനോഹരമായ രീതിയിലാണ് യാക്കോബ് ഈ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത്. ഒരു 4 ദിവസങ്ങളിൽ നമുക്ക് ദൈവസേനയിൽ അല്പം കൂടി വിധേയപ്പെടുത്തി താഴ്മ ധരിച്ചുകൊണ്ട് അവനുള്ള കൃപ പ്രാപിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ, ധൈര്യത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട്. ഒരുപാട് പ്രതിസന്ധി നമുക്ക് കടന്നു വിടും. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പ്രതിസന്ധി നിറഞ്ഞതാണ്, ഒരുപാട് സംഘർഷം നിറഞ്ഞതാണ്. സകല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള കൃപ ദൈവം തരും, യാതൊരു സംശയമില്ല. ആകെ നമുക്ക് ആ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. കർത്താവിൻ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.